പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് കരുതുന്നു. അപ്പം ഞാൻ രാവിലെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. പുറത്തെ ചെടിക്കല്ല, അകത്തെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കുറേ ചെടികൾ മണ്ണിലും കുറേ ചെടികൾ വെള്ളത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. വെള്ളം മാറ്റേണ്ടൊക്കെ ഇടയ്ക്ക് മാറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ മണ്ണിലുള്ള ചെടിക്കൊക്കെയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇടയ്ക്ക് ഇലയിലൊക്കെ പൊടിയുണ്ട്, അപ്പോൾ അതും കൂടെ ഇടയ്ക്കൊക്കെ തുടച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് കഴിയാറായി. ഇവിടെ ഇപ്പോൾ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുണി നനയ്ക്കുന്നതൊക്കെ ഇപ്പോൾ രാത്രിയാക്കി. ഇപ്പോൾ രാത്രി കഴുകിയിട്ട തുണികളാണ്. രാവിലെ നല്ല ഉണങ്ങിക്കിടപ്പുണ്ട്, അതൊക്കെ ഞാൻ എടുക്കുവാണ്. ചൂട് തുടങ്ങിയോണ്ട് തന്നെ ഇതാ കണ്ടോ, എൻ്റെ ചെടികളൊക്കെ കരിഞ്ഞു തുടങ്ങി കേട്ടോ. എൻ്റെ തക്കാളി ചെടിയൊക്കെ കരിഞ്ഞു. ഇനി ഒരു തക്കാളി ചെടി മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ തുണിയൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ കോഫി കുടിക്കാനൊരാഗ്രഹം. കോഫി കുടിക്കണ്ടെന്ന് തീരുമാനിച്ചാലും ഒരു വിധത്തിൽ നടക്കത്തില്ല. അതിനോടൊരു അഡിക്ഷനാണ്. അത് മാത്രമല്ല കേട്ടോ, ഞാനൊരു പുതിയ കപ്പ് മേടിച്ചിട്ടുണ്ട്. അപ്പം അതിൽ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാമതായി കോഫി കുടിക്കുന്നത്. എൻ്റെ കപ്പ് കാണാൻ നല്ല രസമല്ലേ? ഇത് ഹോം സെൻറ്ററിൽ നിന്ന് മേടിച്ചതാണ്. കുറേ നാളെ നോക്കി ഇരിപ്പുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് അതിൻ്റെ വിലയൊന്ന് ഇച്ചിരി കുറഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പോൾ ചാടി കയറിയങ്ങ് മേടിച്ചു. ഒരു കപ്പേ മേടിച്ചുള്ളൂ കേട്ടോ. ഇതിൻ്റെ വേറെ കളേഴ്സും ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കിതാണ് ഇഷ്ടമായത്. വേറെ ഇഷ്ടംപോലെ ഡിസൈനുള്ള കപ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തോ ഇതൊരു സിമ്പിൾ ഡിസൈനല്ലേ, എനിക്കതങ്ങ് നല്ല ഇഷ്ടമായി. ഇത് തന്നെ അങ്ങ് എടുത്തു. അപ്പം ഞാനെൻ്റെ കോഫി ഉണ്ടാക്കി തുടങ്ങട്ടെ. എൻ്റെ കോഫി ഉണ്ടാക്കലൊരു കലയാണ് കേട്ടോ. കുറച്ച് സമയം എടുത്താണ് ഞാൻ കോഫി ഉണ്ടാക്കുന്നതും കുടിക്കുന്നതും. നിങ്ങളാരും പോയില്ലല്ലോ അല്ലേ? കോഫി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ ആദ്യം കോഫി പൗഡറും പിന്നെ ഇപ്രാവശ്യം ആ ക്രീമിൻ്റെ ആ പൊടി ഉണ്ടായിരുന്നു, അതും ഇട്ടു. ഇതെനിക്ക് കുഴപ്പമൊന്നുമില്ല. പഞ്ചസാരയും കൂടി ഇട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് നല്ലോണം ഞാൻ ബീറ്റ് ചെയ്യും. സ്പൂൺ വെച്ചോ ഫ്രോത്തർ വെച്ചോ ബീറ്റ് ചെയ്തിട്ട് അതിലോട്ട് തിളച്ച പാൽ ഒഴിക്കും. അല്ലെങ്കിൽ തിളച്ച പാൽ ഞാൻ നല്ലോണം അടിച്ച് പതപ്പിച്ചിട്ടാണ് ഒഴിക്കാറ്. അപ്പം നല്ല നമുക്കൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടും. പക്ഷേ ഇപ്രാവശ്യം തിളച്ച വെള്ളം ഒഴിച്ചത് ഇച്ചിരി കൂടിപ്പോയി, അതുകൊണ്ട് ഇച്ചിരി ലൂസാണ്. അങ്ങനെ അടിപൊളി കോഫി റെഡി. നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഈ പാത്രം? ഇത് രണ്ടും ഞാൻ പാൻ ഹോമിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതൊരു സെറ്റായിട്ടൊന്നുമല്ല, ഞാനിത് രണ്ടും ചൂസ് ചെയ്തതേ ഉള്ളൂ. പല കാനിസ്റ്റേഴ്സും കപ്പ് ആൻഡ് സോസേഴ്സ് സെറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിത് രണ്ടുമാണ് കേട്ടോ എടുത്തത്. ഇപ്പോൾ കാണിക്കുന്നതിൽ ഷുഗർ ക്യൂബ്സ് ഇട്ട് വെക്കാനുള്ളതാണ്. പക്ഷെ ഞാനൊന്നും ഇട്ട് വെച്ചിട്ടില്ല. മറ്റത് നമ്മൾ മിൽക്കൊക്കെ ഒഴിക്കാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ കളറും അതിൻ്റെ ഫ്ലോറൽ ടെക്സ്ചറും ഫ്ലോറൽ ഇതൊക്കെ കണ്ട് ഇഷ്ടമായിട്ട് മേടിച്ചതാണ്. ഭയങ്കര ക്യൂട്ടല്ലേ? എങ്ങനെയുണ്ട്? ഈ ജഗ് കണ്ടോ? ഇതിൻ്റെ ഒരു കളറൊക്കെ കണ്ട് ഇഷ്ടമായിട്ട് മേടിച്ചതാണ്. ഞാനിത് മേടിച്ചത് ഹോം സാരീസിൽ നിന്നാണെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും ഇത് നല്ല ലാഭത്തിന് കിട്ടിയതുകൊണ്ട് മേടിച്ചതാണ്. ഞാൻ വലുതായിട്ട് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ആ ഒരു പാറ്റേണൊക്കെ കണ്ട് മേടിച്ചതാണ്. ഒരു പ്രത്യേക ഷേപ്പാണ്, പിന്നെ ചെറിയൊരു സൈസും അതൊക്കെ കണ്ട് മേടിച്ചതാണ്. നല്ല ചീപ്പ് റേറ്റിൽ കിട്ടിയതുകൊണ്ടാണ് മേടിച്ചത്. ഈ ജഗ് എങ്ങനെയുണ്ട്? സിമ്പിളല്ലേ? ഒരു പ്ലെയിൻ വൈറ്റ് ജഗ്ഗാണ്. ഞാൻ ഇത് ഇവിടെ നിന്ന് മേടിച്ചൊന്നുമല്ല കേട്ടോ. ഇത് പണ്ട് തൊട്ട് എൻ്റെ കയ്യിലുള്ളതാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതും അവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ വല്ലപ്പോഴും യൂസ് ചെയ്യാറേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു ഇഷ്ടം കാരണം എടുത്ത് വെക്കുന്നു എന്ന് മാത്രം. ഇപ്പോഴാണല്ലോ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ക്രേസ്. അങ്ങനെ പിന്നെ ഇത് നിങ്ങൾ എൻ്റെ വീട്ടിൽ സ്ഥിരം കാണുന്ന എൻ്റെ പഞ്ചസാര പാത്രമാണ്.
അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് പാൻ ഹോമിൽ നിന്നാണ് കേട്ടോ. ഇതിൻ്റെ വലിയ സൈസും ഉണ്ടായിരുന്നു, പൊക്കമുള്ള സൈസ്. അപ്പോൾ ഇത് രണ്ടും കൂടി എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ട് ഇത് മാത്രം എടുത്തത് കേട്ടോ. ഇതും ഒരു ഓഫറിൽ കിട്ടിയതാണ്. അത്യാവശ്യം പ്രൈസ് ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് ഓഫർ കിട്ടിയായിരുന്നു. അങ്ങനെ നല്ല കളറല്ലേ, അതുകൊണ്ട് ഞാൻ ഇതെടുത്തു. പിന്നെ ഈ കാണുന്ന പാത്രവും ആദ്യം കാണിച്ച ജഗ്ഗും ഗ്രേ ജഗ്ഗുമാണ്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ കറക്റ്റ് ഓർമ്മയില്ല, ഹോം സാർസ് എന്നാണെന്ന് തോന്നുന്നു, അവിടെ നിന്ന് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലോറൽ പാറ്റേണൊക്കെ കണ്ട് ഇഷ്ടമായിട്ടാണ് മേടിച്ചത്. അപ്പോൾ ഇതൊരു ക്യൂട്ട് ലുക്കാണ്, നല്ല ഇഷ്ടമായിട്ട് മേടിച്ചത്. ഇതിലിപ്പോൾ ഞാൻ തേയിലപ്പൊടിയായിട്ട് ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ 2 പാത്രം ഉണ്ടല്ലോ, ഇത് ഞാൻ ഫസ്റ്റ് മേടിച്ച പാത്രമാണ് കേട്ടോ. പിന്നീടാണ് ഞാൻ ഈ കാണിച്ച പാത്രങ്ങളൊക്കെ മേടിക്കുന്നത്. അപ്പം ഞാനിത് പഞ്ചസാരയൊക്കെ ഇട്ട് വയ്ക്കാൻ മേടിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഇതിലിതാ ഉപ്പാണ് ഇരിക്കുന്നത്, പിങ്ക് സോൾട്ടാണ്. മറ്റേൽ ഗ്രീൻ ടീയുടെ ഇതാണ് ഇരിക്കുന്നത്. ഗ്രീൻ ടീ ഒന്നും പക്ഷേ കുടിക്കാറില്ല, ഇട്ട് വെച്ചോന്ന് മാത്രം. ഇത് ഞാൻ മേടിച്ചത് ഹോം സെൻറ്ററിൽ നിന്നാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് പണ്ട് മേടിച്ചതാണ്. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, ചാടി കയറി അങ്ങ് മേടിച്ചു കേട്ടോ. പക്ഷെ ഞാൻ ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു. പിന്നീട് ഇതിന് ഓഫറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കണ്ടതിൽ തന്നെ ഒരു ആവേശം മൊത്തം മേടിച്ചതാണ് ഈ പാത്രം. ഇത് നിങ്ങൾ എൻ്റെ സ്ഥിരം വീഡിയോയിൽ കാണുന്ന പാത്രമാണ്. എൻ്റെ സ്പൂൺ റെസ്റ്റാണ് കേട്ടോ. എന്തായിട്ട് വേണേൽ യൂസ് ചെയ്യാം നമുക്ക്, പക്ഷേ ഞാനിത് സ്പൂൺ റെസ്റ്റായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഗിഫ്റ്റ് സെൻറ്റർ അടുത്തുള്ളതെന്ന് മേടിച്ചതാണ് കേട്ടോ, ലോക്കൽ ഷോപ്പിൽ നിന്ന്. കുറച്ച് നാളായി കേട്ടോ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട്. അങ്ങനെ ഞാൻ ബനാന കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഇതാ 2 മുട്ടയും 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് എണ്ണയും പിന്നെ 1/2 കപ്പ് തൈര് ഞാൻ 1/2 കപ്പ് തികച്ചെടുത്തിട്ടില്ല, കുറച്ച് വെള്ളം കൂടെ ഒഴിക്കും. അങ്ങനെ അപ്പോൾ ഇതെല്ലാം കൂടെ എളുപ്പത്തിൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചാൽ മാത്രം മതി കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് മിക്സിയിലിട്ട് ഇത് ഇത്രയും അടിച്ചെടുക്കണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ആ കാണിക്കുന്ന ഉപ്പാണ് കേട്ടോ, പിങ്ക് സോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ബനാന പഴം അതിലോട്ടിട്ട് അടിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ നല്ല ഉടച്ചിട്ട് പിന്നീട് ചേർത്താലും മതി. ഞാൻ പിന്നീട് ചേർക്കുന്നുള്ളൂ, ഇപ്പം ചേർക്കുന്നില്ല. റോബസ്റ്റ ബനാന 2 വലുതായിട്ടോ എടുക്കുന്നത്. ഈ ഒരു മെഷർമെൻറ്റ് നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ബീറ്റൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് മിക്സിയിൽ ഈ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അടിച്ചെടുത്താൽ മതി. ഞാൻ ഈ വലിയ ബൗളിലാണ് കേട്ടോ കേക്ക് ബാറ്റർ മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് തന്നെ എടുത്തിട്ട് ആദ്യം ഞാൻ പഴം അതിലോട്ടിട്ട് നല്ലോണം ഉടയ്ക്കാൻ പോവുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് അടിച്ച് വെച്ച സാധനം ഇതിലോട്ട് ചേർക്കാം. അപ്പോൾ ഈ പാത്രം എവിടെ നിന്നാന്ന് പറയണ്ടേ, ഇത് ഞാൻ പാൻ ഹോമിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. കുറച്ച് മുന്നേ മേടിച്ച് വെച്ചതാണ്. കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായിട്ട് മേടിച്ചതാണ് കേട്ടോ. പിന്നെ നോക്കിയിട്ട് ഇത് കണ്ടിട്ട് പോലും ഇല്ല കടയിൽ. ഇതിൻ്റെ തന്നെ ബേക്കിംഗ് ട്രേ ഉണ്ടായിരുന്നു, ചെറിയ ബൗൾസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതാണ് എടുത്തത്. അതിൻ്റെ കളറൊക്കെ കണ്ട് ഇഷ്ടമായിട്ടാണ് ആ ബൗൾ എടുത്തത്. പക്ഷേ പിന്നീട് എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് തന്നെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ ആ കേക്ക് മിക്സ് ഞാൻ ഇതിലോട്ട് ഒഴിക്കുവാണ്, കേക്കിൻ്റെ വെറ്റ് മിക്സ്. എന്നിട്ട് ഇച്ചിരി വാനില എസൻസും കൂടെ ഒഴിച്ചു. പിന്നെ ഞാൻ ഇടുന്നത് 1/2 കപ്പ് മാവാണ്, മൈദ മാവാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഒറ്റയടിക്ക് ഇടാതെ ഇച്ചിരി ഇച്ചിരിയായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. നമുക്കിത് അരിച്ചും മിക്സ് ചെയ്യാം കേട്ടോ. ഇച്ചിരി ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂണും ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണും ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ഒരുമിച്ച് അരിച്ച് ചേർത്ത് കൊടുത്താൽ അത്രയും നല്ലതാണ്. ഞാൻ പിന്നെ എളുപ്പത്തിന് അരിക്കുന്നൊന്നുമില്ല, അങ്ങ് ഡയറക്റ്റ് ഇടുവാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം മിക്സ് ചെയ്യുമ്പോൾ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു തടി മാത്രം മതി. പിന്നെ ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കേക്ക് ഉണ്ടാക്കിയപ്പോൾ മൈദമാവിന് പകരം ഓട്സ് പൊടിച്ചതും ഗോതമ്പ് മാവും കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ ചേർത്തത്. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാം, ഹാഫായിട്ട്, പകുതി ഓട്സിൻ്റെ പൊടിയും പകുതി ഗോതമ്പ് പൊടിയും, അതായത് നമ്മുടെ ആട്ടപ്പൊടി. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കുറേ നാൾക്ക് ശേഷമാണല്ലോ ഉണ്ടാക്കുന്നത്, അത് കാരണം മൈദപ്പൊടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ചോക്കോ ചിപ്സ് മേടിച്ച് തരിപ്പുണ്ടായിരുന്നു. നല്ലത് കാണുമ്പോൾ കിട്ടുമ്പോൾ മേടിച്ച് വെക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ചോക്കോ ചിപ്സ്, പ്രത്യേകിച്ച് ബനാന കേക്ക്സിൻ്റെ കൂടെ. അങ്ങനെ ഈ ബ്രൗൺ കളർ കേക്ക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ചോക്കോ ചിപ്സ് നല്ലോണം ചേരും, നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ കൂടെയും ചേരും. അപ്പോൾ അത് ഞാൻ ഇച്ചിരി ഇടുന്നുകൊണ്ട് മിക്സ് ചെയ്യാനായിട്ട്. പിന്നെ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ മുകളിൽ ഇച്ചിരിയും കൂടെ ഇടും. 1/2 കപ്പ് മാവ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു ബേക്കിംഗ് ട്രേ തന്നെ എടുക്കണം. ഈ 1/2 കപ്പ് എന്ന് പറയുന്നത് 1 കപ്പ് 250 ml ആണ് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനും വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ ഒരു 10-15 മിനിറ്റ് അങ്ങനെയാണ് വെക്കാറ്.
അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ അത് ഓഫായി. അപ്പോഴത്തേക്കും നമ്മളിതും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് മുകളിൽ കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ഇട്ടിട്ട് ഓവനിലോട്ട് ബേക്ക് ചെയ്യാൻ കയറ്റുന്ന 40 മിനിറ്റ്സ് ആണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അത് നിങ്ങളുടെ ഓവനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ നമ്മുടെ ബാറ്ററിൻ്റെ ക്വാണ്ടിറ്റിയും ഡിപ്പെൻഡ് ചെയ്യും. ഇത് ഇച്ചിരി പരന്ന പാത്രമായിട്ട് പെട്ടെന്ന് കുറച്ചുകൂടെ ആയി കിട്ടും. ശരിക്കും 35 മിനിറ്റ്സ് മതി. ഇന്നാൾ എനിക്ക് 40 മിനിറ്റ്സ് എടുത്തുകൊണ്ടാണ് ഞാൻ 40 മിനിറ്റ്സ് വെക്കുന്നത്. അങ്ങനെ കറക്റ്റ് 40 മിനിറ്റ്സ് കൊണ്ട് അതിൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. ഇപ്പം ഞാൻ മുറിക്കുന്നൊന്നുമില്ല. ഇപ്പം മുറിച്ചാലും ശരിയാവത്തില്ല, നേരെ കിട്ടത്തില്ല. അപ്പം ഞാൻ എടുത്ത് തണുക്കാൻ വെക്കുവാണ്. ആ പാനിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അടിഭാഗമൊക്കെ നല്ല ഈർപ്പം തട്ടും, എൻ്റെ സ്റ്റീം ചൂട് തട്ടിട്ടെ. അപ്പം ഞാൻ വേറൊരു ഇതിലോട്ട് മാറ്റി വെക്കുവാണ് കേക്ക്. കുറച്ച് കഴിയുമ്പം തണുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ ഈ സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നില്ലേ ലാമ്പിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഈ പാത്രം, പിന്നെ അടുത്തിരിക്കുന്ന ഭരണി. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എവിടെ നിന്നാണ് മേടിച്ചെന്നൊക്കെ. ഇതിലെ കുറേ പാത്രങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ് കേട്ടോ. ഇതൊന്നും പുതിയതൊന്നും അല്ല, പക്ഷേ ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതിനെപ്പറ്റി ഇതുവരെ. അത് കാരണം ഞാൻ ഇന്നൊരു ക്രോക്കറി കളക്ഷൻ വീഡിയോ ചെയ്യുന്നു മാത്രം. ഇത് പല സ്ഥലങ്ങളിലായിട്ട് കാണുമ്പോൾ ഞാൻ മേടിക്കുന്നതാണ്. കുറേയൊക്കെ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യും. പിന്നെ പല പ്രാവശ്യങ്ങളായിട്ട് മേടിച്ച് വെച്ച സാധനങ്ങളാണ് കേട്ടോ. എല്ലാം ഒറ്റ സ്ട്രെച്ചിന് മേടിച്ചൊന്നുമല്ല, ഓരോ വർഷം എന്തെങ്കിലുമൊക്കെ കുറച്ച് മേടിച്ച് വെക്കുന്നതാണ്. ഈ കാണുന്ന കപ്പിളുണ്ടല്ലോ, ഞാനിത് 3 എണ്ണം കേട്ടോ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കണ്ട് ഇഷ്ടമായിട്ട് മേടിച്ചതാണ്. ഇതൊരു അടുത്തൊരു ഗിഫ്റ്റ് സെൻറ്ററിൽ നിന്ന് മേടിച്ചതാണ്, ലോക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അങ്ങനത്തെ ഗിഫ്റ്റ് സെൻറ്ററിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് ലാഭത്തിന് കിട്ടും. അങ്ങനെ മേടിച്ചത് ഞാൻ 3 എണ്ണം മേടിച്ചത്. നമ്മൾ 3 പേരാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ അത് പിടിക്കാനും നല്ല സുഖമാണ്. കൈയൊക്കെ അതൊക്കെ സ്ട്രോങ് ആയിട്ട് പിടിക്കാൻ പറ്റും. ഇച്ചിരി വെയിറ്റ് ഉണ്ടെന്ന് മാത്രം. പിന്നെ നിങ്ങൾ ഈ കാണുന്ന പാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഞാനൊരു ഗിഫ്റ്റ് സെൻറ്ററിൽ നിന്ന് മേടിച്ചതാണ്, തൊട്ടടുത്തുള്ള. അപ്പോൾ ഇതിലെ ഡിസൈനൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. പക്ഷെ കണ്ട ചാടിക്കയറി മേടിച്ചു. പിന്നീട് ഇത് ഓവറായി പോയോ എന്നൊക്കെ തോന്നി കളേഴ്സ്. പക്ഷെ കുഴപ്പമില്ല. അതിൻ്റെ കൂടെ തന്നെ ഈ പരന്ന കുറച്ച് പാത്രം കൂടെ മേടിച്ചു കേട്ടോ. അപ്പോൾ കൂടുതൽ യൂസ് ആദ്യം കണ്ട ബൗള് തന്നെയാണ് കറിയൊക്കെ വെക്കാനായിട്ട്. എന്തായാലും രണ്ടും നല്ല യൂസ്ഫുള്ളാണ്. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ച ഭരണി. അപ്പോൾ നമ്മുടെ നാട്ടിലും കിട്ടും ഭരണി, പക്ഷേ ഇതുപോലൊരു ഭരണി ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. 2 കളറുണ്ട് ഈ ഭരണിക്ക്. അടപ്പിലാണെങ്കിൽ വേറെയും കളേഴ്സ് ഉണ്ട്, ബ്ലൂ കളറൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വെറൈറ്റി തോന്നി കണ്ട് മേടിച്ചതാണ്. ഇതും ഗിഫ്റ്റ് സെൻറ്ററിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഞാൻ ലേറ്റസ്റ്റ് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ട് ഇഷ്ടപ്പെട്ട് തന്നെയാണ് മേടിച്ചത്. പിന്നെ അല്ലെങ്കിൽ ഭരണിയോട് എനിക്കൊരു ക്രേസാണ്. പിന്നെ ഇതിൻ്റെ അടപ്പ് നല്ല സ്ട്രോങ് ആണ് കേട്ടോ. അതിലൊരു റബ്ബർ ലിഡുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇറക്കി അടയ്ക്കാൻ പറ്റും. സാധാരണ ഭരണിയിൽ അടപ്പൊക്കെ നല്ല കിടുകിടാന്നാണല്ലോ ഇരിക്കുന്നത്, പക്ഷേ ഇതങ്ങനെയല്ല, നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റും. ആ ലിഡ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു വൈറ്റ് കളർ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചു. ഇതൊന്നും അത്യാവശ്യം ലാഭത്തിനായിട്ടോ കിട്ടിയത്. ഇത് നിങ്ങളെ ഞാൻ കാണിച്ചതാണല്ലോ എൻ്റെ സുന്ദരി കപ്പ. ഞാനിത് ഹോം സെൻറ്ററിനാണ് മേടിച്ച്. അത്യാവശ്യം ലാഭത്തിന് കിട്ടിയപ്പോൾ മേടിച്ചു. പക്ഷേ ഞാൻ ഒരു കപ്പേ മേടിച്ചുള്ളൂ കേട്ടോ. എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോഴാണ് ഞാനോർത്ത് എൻ്റെ പുറകെ ഒരു സാധനം ഇരിപ്പുണ്ട്. ഇത് ഞാൻ കുറേ മുന്നേ മേടിച്ചതാണ് കേട്ടോ. ഇതൊരു ഭരണി കൈൻഡ് ഓഫ് പാത്രമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം, സ്നാക്സൊക്കെ ഇട്ട് വെക്കാം. ഇപ്പോൾ ഇതിൽ കുറച്ച് ചോക്ലേറ്റ്സ് കിടപ്പുണ്ട്. ഇത് ഞാൻ ഹോം സെൻറ്ററിൽ കുറച്ച് മുന്നേ മേടിച്ചതാണ്. അതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ കണ്ട് വുഡൻ ലിഡൊക്കെ കണ്ട് മേടിച്ചതാണ് കേട്ടോ. ഇത് അത്യാവശ്യം ടൈറ്റായിട്ടിരിക്കും. അതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രം കുറച്ച് പൂവിൻ്റെ ഡിസൈനുണ്ട്, താഴോട്ട് പ്ലെയിൻ കളറാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ചെറുതും മേടിച്ചിട്ടുണ്ട്, ഞങ്ങളെ കാണിക്കാം. അങ്ങനെ ഇത് ഒരു ഭരണിയിൽ നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ രണ്ടാമത് ഞാൻ പറഞ്ഞൊരു ചെറുതോടെ ഉണ്ട്, അത് ഇതാണ് കേട്ടോ. ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇച്ചിരി പൊടിയൊക്കെ അടിച്ചിരിപ്പുണ്ട് കേട്ടോ. അത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അത് ഞാൻ സ്വീറ്റ്സ് സ്നാക്സൊക്കെ ഇട്ട് വെക്കാറുണ്ട്. അത് ഈ കളർ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. അത് ഇപ്പോഴും കടയിൽ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. എന്നാൾ പോയപ്പോൾ കണ്ടായിരുന്നു ഞാൻ. ഞാൻ പോയി നോക്കുകയാണ് കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും കാണിക്കാനുണ്ടോന്ന്. പക്ഷേ ഇതൊക്കെ ഞാൻ പണ്ട് കാണിച്ചിട്ടുള്ള പാൻട്രി ഓർഗനൈസേഷനിൽ കുട്ടി കുട്ടി ബൗൾസ് ആണുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ക്രോക്കറി കളക്ഷൻസ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് മാത്രമല്ല, തുടക്കത്തിൽ കാണിച്ച എല്ലാ പാത്രങ്ങളും എൻ്റെ ഫേവറേറ്റ് തന്നെയാണ്. അപ്പോഴത്തേക്ക് എൻ്റെ കേക്ക് തണുത്ത് കേട്ടോ, എൻ്റെ ബനാന കേക്ക്. ഇത് നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ കേക്ക് മുറിക്കട്ടെ.
പിന്നെ ഇത് പഴം കൂടെ ചേർത്തുകൊണ്ട്, അതായത് നല്ല പഴുത്ത റോബസ്റ്റ പഴം തന്നെ നമ്മൾ ചേർക്കണം. ഏത് പഴമായാലും കുഴപ്പമില്ല, പക്ഷെ നല്ല പഴുത്തായിരിക്കണം. അതുകൊണ്ട് നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.